ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൽ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹ വന്ദനം. ആർക്കും തകർക്കാൻ കഴിയാത്ത ഭവനം എന്ന ദൈവവചന ചിന്തയുടെ 3-ാം ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം തിരുവചനം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. മാനുഷിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ദുഃഖിക്കുന്നവരെ ഭാഗ്യവാന്മാരെന്ന് ലോകം പറയുകയില്ല. പലവിധമായ കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ ദുഃഖിക്കുന്നു. ഉറ്റവരുടെ വേർപാട്, പലവിധമായ രോഗങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങൾ, അങ്ങനെ വിശ്വാസവഞ്ചന, പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അങ്ങനെ ദുഃഖിക്കുന്നവരെ ലോകം ഭാഗ്യവാന്മാരെന്ന് പറയാറില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അത് ഏത് ദുഃഖമാണ്? ഒന്നാമത് ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ദുഃഖം, സത്യദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ തൻ്റെ കുറവുകൾ ദുഃഖത്തോടെ, ഭാരത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതിൽ നിന്ന് മുക്തി നേടുന്നതായ ഒരു അനുഭവം. അപ്പോൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി ദുഃഖത്തോടെ പ്രാർത്ഥിക്കണം. അവർ ഭാഗ്യവാന്മാരാണ്. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. രണ്ടാമത് നമ്മൾ ദുഃഖിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട ഈ സത്യദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ലാതെ നിത്യനരകത്തിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ആ വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ, ദുഃഖത്തോടെ പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് ഈ സത്യദൈവത്തെ അറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ ജീവിക്കുന്ന, അറിയാത്തവനേക്കാൾ ശിക്ഷാവിധി അറിഞ്ഞവനാണ്, അറിഞ്ഞിട്ടറിയാത്തവനെ പോലെ ജീവിക്കുന്നവനാണ്. അപ്പം യിരെമ്യാവ് പറഞ്ഞതുപോലെ, അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ നമ്മൾ രക്ഷയിൽ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി, രക്ഷയിൽ വന്നിട്ട് പിന്മാറിപ്പോയവർക്ക് വേണ്ടി നമ്മൾ കരയണം, ദുഃഖിക്കണം. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയും. അങ്ങനെ ദുഃഖത്തോടെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ നിശ്ചയമായും ആർപ്പോടെ കൊയ്യും. ഈ തിരുവെഴുത്തുകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. താങ്ക് യു.